ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു നെല്ലിക്ക അച്ചാറും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഒരു കിലോ നെല്ലിക്ക ഞാനത് വെള്ളത്തിലിട്ട് പുഴുങ്ങി ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെടിയിലൊരു കുറച്ച് അരിമുളക് കിട്ടി, അതും എടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ കേട്ടോ. ചൂടാവുകൊണ്ട് നോക്കുകയാണ്. നല്ല ചൂടാവട്ടെ. നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാവട്ടെ. ചൂടായി വരുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. കൈ അളവാണ് കേട്ടോ, ഒന്നും ഇത്ര ടീസ്പൂണെന്നുള്ള ഒരു അളവല്ല. നമ്മൾ എപ്പോഴും ഭക്ഷണമൊക്കെ പുറത്തുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു അളവ് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുക, അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, ചതിക്കണ്ട, ഇങ്ങനെ അരിയണം. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. ഇട്ട് കൊടുക്കാം. നല്ല വഴറ്റി നല്ലൊരു ഇതാവണം. കളർ നല്ല മാറൊന്നും വേണ്ട, പക്ഷെ നല്ല ആ എണ്ണ കിടന്ന് മൊരിയണം. അങ്ങനെ എണ്ണ കണ്ടോ പതയ്ക്കുന്ന, ഇത്ര പതയൊന്നും ഉണ്ടാവാറില്ല കണ്ടോ, നല്ല പത വരുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്നറിയില്ല. പഴയ എണ്ണയൊന്നുമല്ല, ഞാൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയിരിക്കണത്. എന്താണെന്നറിയില്ല. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത്? നമുക്ക് ഈ അരിമുളക് പറിച്ചത് അങ്ങനെ ഇട്ട് കൊടുക്കാം. മുളകിൻ്റെ ഇതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അത് അങ്ങനെ ഇടണം. നമുക്ക് അച്ചാറിൽ എണ്ണയിലൊന്നും ഇട്ട് വഴറ്റിയിട്ട് ഇട്ടാലേ നല്ല ടേസ്റ്റാണ്. പുളിയും ഉപ്പും എരിവൊക്കെ പിടിക്കുമ്പോഴേ. അപ്പോൾ അത് ഇട്ടിങ്ങനെ നല്ല ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, എന്താ പറയുക, അച്ചാർ പൊടി 4 സ്പൂണ്. നല്ല വഴറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ എണ്ണ പതച്ച് വന്നതൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടോ. അച്ചാർ പൊടി ഇട്ടപ്പോൾ തന്നെ എണ്ണ പതൊക്കെ മാറി വഴറ്റി. നല്ല പതകളൊക്കെ പോയിട്ടോ. നല്ല വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയുടെ പതകളൊക്കെ അങ്ങോട്ട് മാറി. ആ ജീരകം എന്താ പറയുക, എണ്ണയിൽ കിടന്നിട്ടേ ഇങ്ങനെ മൂക്കില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ എന്താ പറയുക, മുളക് പൊടി ഇട്ടിട്ടോ. എന്നിട്ട് ബാക്കി പറയാതെ 2 സ്പൂൺ മുളക് പൊടി. നമ്മൾ രസപ്പൊടി കേട്ടോ, എന്തൊക്കെയാണ് വരുന്നത്, അച്ചാർ പൊടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഇട്ടിട്ട് നല്ല വഴറ്റി കൊടുക്കണേ. ഒരു ഉഷാറിലാണ് സംസാരിക്കുന്നില്ല ഞാൻ. അതെന്തോന്നും അറിയുന്ന ഭക്ഷണം ഉണ്ടായിരുന്നു, പുറത്ത് ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആകെ വയ്യാണ്ടായി. അപ്പോൾ അത് കാരണം അങ്ങനെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ വോയിസ് കൊടുക്കാൻ ഇങ്ങനെ അപ്പോഴാണ് സമയം കിട്ടിയത്. അതാണ് ഇത്ര ക്ഷീണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വലിയ സംസാരിക്കാറ്. ഒക്കെ ശരിയാകും കുറച്ച് കഴിഞ്ഞാലേ. അപ്പം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇഞ്ചിയും കാന്താരിയും ഒക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണേ. തിളപ്പിച്ച് വെക്കണ വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമാണ് ഒഴിക്കണേ. പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതൊന്ന് തിളക്കട്ടെ പറഞ്ഞിട്ട് ചെറിയ തിളവട്ടെ ഒന്നിച്ചൊഴിച്ച് തിളപ്പിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പാകം ചിലപ്പോൾ ഇതായിപ്പോയാലോ പറഞ്ഞിട്ടാണ് കുറച്ചും കൂടി ഒഴിക്കണ്ടേ. ഇനി നല്ലോണം തിളക്കട്ടെ വെള്ളം. അതിൽ കിടന്നിങ്ങനെ എന്താ പറയുക, വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളകൊക്കെ ഇങ്ങനെ ഒന്ന് വേകട്ടെ. അത്
ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം നെല്ലിക്ക ഞാൻ തലേദിവസം അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചാണ്. അപ്പോൾ അതിലാവശ്യത്തിന് ഉപ്പുണ്ട്, അപ്പോൾ അത് കാരണം കുറച്ചിട്ടിട്ടുള്ളൂ. ഇതിൽ കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇടണമായിരുന്നു കേട്ടോ, അപ്പോഴാണ് നമുക്ക് അച്ചാറിനൊരു കളർ കിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിയിട്ടില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പുറത്ത് കൊടുക്കുന്നില്ല. പുറത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ അച്ചാറിൻ്റെ കൂടെ ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് വീട്ടിൻ്റെ ആവശ്യത്തിനല്ലേ, ഇത്രയൊക്കെ മതി. കളറില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 1 കിലോ നെല്ലിക്കയാണ് കേട്ടോ നമ്മളിത് മേടിച്ചിരിക്കണേ. നാടനല്ല, ആ വലിയ സൈസ് നെല്ലിക്ക ഉണ്ടാവില്ലേ, അതാണ് മേടിച്ചിരിക്കണേ. നാടൻ നെല്ലിക്ക കിട്ടിയില്ല. അട്ടപ്പാടിയിലാണ് വീടെങ്കിലും നമ്മൾ റോഡ് സൈഡാണ്, നമുക്ക് പറമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം എല്ലാം നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വേണം മേടിക്കാൻ. നമുക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കുറച്ച് സ്ഥലം അപ്പുറത്ത് വേറെ ആൾക്കാരുടെ ഉണ്ട്, നമ്മുടെ അല്ല. അതിൽ വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം, പക്ഷേ സമയം വളരെ കുറവാണ്. ചെറിയൊരു കടയുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ചിലപ്പോൾ. അത് കാരണം സമയം കിട്ടാറില്ല. അടിപൊളി നെല്ലിക്കച്ചാറായിട്ടോ. നമുക്ക് ഇത്തിരി കായപ്പൊടി കൂടി അതിലേക്ക് ഇടാം. നമുക്ക് നല്ല കായപ്പൊടി ഇട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഇതിൽ കഞ്ഞിയൊക്കെ കുടിക്കാൻ തോന്നുകയാണെങ്കിലേ അതൊന്ന് 2 കഷ്ണം എടുത്തിട്ട് കുറച്ച് കഞ്ഞിയും ഈ അച്ചാറും കൂട്ടി കുടിച്ചാൽ അന്ന് രാവിലത്തെ ആ കഞ്ഞി കൂടി അടിപൊളി ഗംഭീരമാവും. നല്ല ചൊടിയൊക്കെ കിട്ടില്ലേ നമുക്ക്. അപ്പോൾ നമ്മുടെ നെല്ലിക്കച്ചാടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണ് നെല്ലിക്കച്ചാർ ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം. ഒന്ന്